മുഖത്തിൽ പെട്ടതാണ്. ആ, മുഖത്തിൽ പെട്ടതാണ്. അറ്റം ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിടത്തുണ്ട് പറയാം മുൻതഹ അറ്റം അല്ലഹ്യൈനി, രണ്ട് താടിയെല്ലുകളുടെ അറ്റം. രണ്ട് താടിയെല്ലുകളുടെ അറ്റം. ആ, ഷഫത്തൈനി എന്ന് പറഞ്ഞാൽ ചുണ്ട്, രണ്ട് ചുണ്ടുകളുടെ ചുവപ്പും. നമ്മൾ സാധാരണ വായ അടച്ചു പിടിക്കുമ്പോഴേ ചുണ്ടുകളുടെ ചുവപ്പ് കാണുമല്ലോ. തുറന്നു പിടിക്കണ്ട, അടച്ചു പിടിക്കുന്ന സമയത്ത് സാധാരണ കാണുന്ന ചുവപ്പും. ആ, ഓമമ് ഉള്ള സ്ഥലം, അതായത് ഓമമ് എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയിലുണ്ടാകുന്ന രോമം. ഓമമ് എന്ന് പറഞ്ഞാല് അപ്പൊ ഈ നെറ്റിൽ രോമം ഉണ്ടെങ്കിൽ ആ സ്ഥലവും ഓത്തുപ്പെട്ട തന്നെയാണ്. പിന്നെ ആ ആ അറ്റം അറ്റം ചുണ്ടുകൾ ചുണ്ടുകൾ. ആ, തഹദീഫിന്റെ സ്ഥലം ഒഴികെ. തഹദീഫ് എന്ന് പറഞ്ഞാല് ഇത് കണ്ടോ, ഈ സ്ഥലം ഇവിടെ മുടി ഉണ്ടാകണ കണ്ടോ, ഇത് അത് മുഖത്തിൽപ്പെട്ടതല്ല. എന്തായാലും പറയാം നമ്മള്. പേര് ഞാൻ പറയാം, ബാക്കി വായിച്ചോളൂ. ബാക്കി വായിച്ചോളൂ. ആ, വത്തിദിൽ ഉദുൻ, ചെവിയുടെ ഈ ഇതില്ലേ തൊട്ടി, ചെവി തൊട്ടി. അല്ല, ചെവിയുടെ തൊട്ടിയല്ല ഈ സാധനം. ചെവിക്ക് ഇവിടെ ഈ തൂങ്ങിയതല്ല, ഇവിടെ കണ്ടൊരു എന്തായാലും പറഞ്ഞ ഒരു മുളച്ച പോലെ. അതാണ് വത്തിയത്. പിന്നെ നസഅതൈനി എന്ന് പറഞ്ഞാൽ കഴനെറ്റി. ഇതുണ്ടോ, നമ്മൾ നേരത്തെ ഒരു ഇത് കാണിച്ചില്ലേ. ഇപ്പൊ ഇങ്ങോട്ട് കേറി പോണതുണ്ടാവും.
കഴുനെറ്റി. ഈ സാധനം മൗലി സ്വൽ എന്ന് പറഞ്ഞ കഷണ്ടി ഉണ്ടാകുന്ന സ്ഥലം. അതൊന്നും മുഖത്ത് പെട്ടതല്ല. അത്തതിൽ ഉദിന് വന്ന ഈ സാധനം ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. അതിൽ ഓരോന്നും ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പേര് ഈ കഴനെറ്റി. ഇതാ വരുന്നു കേട്ടോ, വന്നു നോക്ക്. ആ മുഖത്തെല്ലാം ഉണ്ട്, രോമങ്ങളും എല്ലാ സാധനവും. മൗലിഉസ്സൽ എന്ന് പറഞ്ഞാൽ കഷണ്ടി ഉണ്ടാകുന്ന സ്ഥലം. മൗലിഉൽ ഗമമു എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിങ്ങളല്ലേ, നെറ്റി. അതായത് ഇവിടെ ഉണ്ടാകുന്ന രോമത്തിനാണ് ഗമമു എന്ന് പറയാം. ചില ആളുകൾക്ക് നെറ്റിമ രോമം ഉണ്ടാവും. ആ രോമം മുളക്കുന്ന സ്ഥലം മുഖത്തിൽപ്പെട്ടതാണ്. പിന്നെ നെറ്റിയുടെ ഇപ്പൊ നസഅത്ത്, കഴനെറ്റി, നെറ്റിയുടെ ഇരുവശങ്ങളിലും മുടി പിന്നോട്ട് കയറി പോകുന്ന ഭാഗം. ഇതിന് വത്തതുൽ ഉദിന് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി എന്നാ പറയാം കേട്ടോ. ചെവിയിലെ ചെറിയ തരുണാസ്ഥി. വത്തതുൽ ഉദിൻ. ഇപ്പോ തഹദീഫ് എന്ന് പറഞ്ഞാല് ഈ സാധനം നമ്മുടെ നെറ്റിന്റെ രണ്ട് സൈഡിലുള്ളത്, സൈഡില് കൃതാവിന്റെ മേലായിട്ട് വരുന്ന ഭാഗം. ക്ലിയർ അല്ലേ? അത് കുഴപ്പമില്ലല്ലോ. അപ്പോ മുഖത്തിൽപ്പെട്ടതാണ് രണ്ട് താടിയെല്ലുകളുടെ അറ്റം, ചുണ്ടിന്റെ രണ്ട് ചുവപ്പുകൾ, അതുപോലെ ഗമമ് മുളക്കുന്ന സ്ഥലം. ഏതൊഴികെ? മഹല്ലു തഹദീഫ് ഒഴികെ. തഹദീഫ് എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഇരുവശങ്ങളിൽ നമ്മൾ മുടി വെക്കുന്ന സ്ഥലത്തുള്ളത് സ്ഥലം, നെറ്റിയുടെ ഇരുവശങ്ങളിൽ, അതായത് കൃതാവിൻ്റെയും കഴനെറ്റിയുടെയും താഴെ. വൻ നസഅത്തൈനി, രണ്ട് കഴനെറ്റിയും ഒഴികെ. അതുപോലെ മൗലിഉ സ്വൽഇ, കഷണ്ടി ഉണ്ടാകുന്ന സ്ഥലവും ഒഴികെ. കഷണ്ടി ഇങ്ങനെയല്ല ഉണ്ടാകും. അപ്പൊ അതൊന്നും എന്തിൽപ്പെട്ടതല്ല, മുഖത്തിൽപ്പെട്ടതല്ല. പിന്നെ എഴുതിയോ?
പിന്നെ ലാക്കിൻ വായിക്കും. വലാക്കിൻ അതൊന്നും മുഖത്തുപ്പെട്ടതല്ല. വലാക്കിനെങ്കിലും അവകളെ കഴുകൽ എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ തഹദീഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, തഹദീഫ്, ചെവിയുടെ തരുണാസ്ഥി, അതുപോലെ കഴുനെറ്റി, കഷണ്ടികളുടെ സ്ഥലം, ഇതൊക്കെ കഴുകൽ സുന്നത്താണ്. പിന്നെ ഉള്ള് പിന്നെ സുന്നത്തുമില്ല. കണ്ണിന്റെ ഉള്ളു കഴുകലേ സുന്നത്തുമില്ല. ബൽ മാത്രമല്ല യുക്റഹു, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കലാണ്. കണ്ണിന്റെ ഉള്ളിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കഴുകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമാണ്. പ്രയാസപ്പെടേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും, അപ്പൊ നജസ് ആയിക്കഴിഞ്ഞാലോ എന്ന്. കണ്ണിന്റെ ഉള്ളിൽ നജസ്, അപ്പൊ പിന്നെ കഴുകണം. അത് എന്താന്ന് വെച്ചാൽ നജസിന്റെ കാര്യം കുറച്ച് ഗൗരവമുള്ളത് കൊണ്ടാണ്. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. വായിക്കും. അത് സൈഡിലല്ലേ, അത് ഇവിടെ ഉണ്ട്. വാൽക്കണ്ണ്, ഈ ഇതിൽ തന്നെ നമ്മൾ കണ്ട ഫോട്ടോത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, അത് എന്ത് ചെയ്യുക, അതൊക്കെ കഴുകൽ സുന്നത്താണ്. അല്ല, അത് എവിടെ പീള, അത് പുറത്തേക്ക് മുഖത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴുകൽ നിർബന്ധമാണ്. മുഖത്തിന്റെ ഭാഗത്തേക്ക് പെട്ടപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് കഴുകൽ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞത് കണ്ണിന്റെ ഉള്ളിൽ മാത്രം ഉണ്ടാവും ചിലപ്പോൾ കുറഞ്ഞ വെള്ളം, അത് കഴുകൽ നിർബന്ധം ഇല്ല. പിന്നെ ഈ സൈഡിലും രണ്ട് കണ്ണ്, മൂക്കിനോട് ചേർന്ന കണ്ണിന്റെ ഈ ഭാഗത്തും അതുപോലെ വാൽക്കണ്ണിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തൊട്ട് ഇതാക്കണത് നല്ലതാണ്, സുന്നത്താണ്. അത് നമ്മൾ സുന്നത്തിന് അവിടെ പറയും. ഇതല്ല, ഇതിപ്പോ പറയുന്നത് നജസ് വീണു കണ്ണുക്ക്, അപ്പൊ ഇനി എന്ത് ചെയ്യണം? അപ്പൊ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകൽ നിർബന്ധമാണ്, അത് വേറെ വിഷയം. ഇത് വെറുതെ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകുക, കൃഷ്ണമണിയും അതുപോലെ മറ്റുള്ളതൊക്കെ ഉള്ള ഭാഗത്ത് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകുക, അത് കറാത്താണ് എന്ന് പറഞ്ഞു.
തീർച്ചയായും. ആ, ഉം. എന്ത് കഴുകപ്പെടും? കഴുകപ്പെടണം. അതായത് എന്ത് കഴുകപ്പെടണം? ഉള്ളു കഴുകപ്പെടണം, കണ്ണിന്റെ ഉള്ളിൽ. തീർച്ചയായും കണ്ണിന്റെ ഉള്ളിൽ കഴുകപ്പെടണം. ആ, ഇതാ തനജ്ജസ, അത് ആ അത് അത് മലിനമായാൽ, അത് നജസായാൽ, അതിൽ മാലിന്യമുണ്ടായാൽ ഉള്ളു കഴുകണം. ആ, കാരണം എന്താ? അതിന് കാരണം എന്താണ്? ലിഗിലലി, ഗൗരവം. അത് കഴിഞ്ഞോ? ലിഗിലലി അംരി നജാസത്തി, മനസ്സിലായോ? ആ, നജസിന്റെ കാര്യം ഗൗരവമുള്ളതായതിനു വേണ്ടി. ഗിലദ് എന്ന് പറഞ്ഞാല് ഗൗരവമുള്ളത്. ഉം. ഉം. ബഅ്ളി. ആ, പരിധികൾ, മുഖത്തിന്റെ ആ പരിധികളിൽ നിന്നും അല്പം കഴുകൽ. ഇപ്പൊ രണ്ട് ചെവി പറഞ്ഞു, താടിയല് പറഞ്ഞു, മുടി മുളക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്. അപ്പോൾ അതെന്താ വെച്ചാല് കുറച്ച് ആ പരിധിയിൽ നിന്നും കുറച്ച് കഴുകുക, അത് നിർബന്ധമാണ്. ഉദാഹരണം, മുടി മുളക്കുന്നിടത്തുനിന്ന് കുറച്ച് കയറ്റി കഴുകുക. അതുപോലെ താടീൻ്റെ രണ്ട് കല്ല് അറ്റത്തുനിന്ന് കുറച്ച് താഴെ കഴുകുക. അതെന്തിനാന്ന് വെച്ചാല് ലിയതഹഖഖ, ഉറപ്പാകാൻ വേണ്ടി. മുഖം മുഴുവൻ കഴുകിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ മുഖത്തിനൊരു പരിധികൾ പറഞ്ഞിരുന്നു. ആ പരിധിയിൽ നിന്നും അല്പം കഴുകൽ നിർബന്ധം ആണ്. ഓക്കെ അല്ലേ? പിന്നെ യദൈഹി, ആ രണ്ട് കൈകളെയും മുട്ടോടുകൂടി കഴുകുക. ഓക്കെ. യജിബു. ആ, സിലഅത്തിൻ. ആ, അല്ലല്ല, യജിബു നിർബന്ധമാണ്, ഗസ്ലു കഴുകൽ, ജമീഇ മുഴുവത്തിനെയും, ഒന്നിന്റെ മുഴുവത്തിനെയും, ഒന്നിലെ മുഴുവനെയും. ആ ഒന്ന് എന്നാണ് അർത്ഥം. എങ്ങനത്തെ ഒന്നാണ്? ഫി മഹലിൽ ഫർലി, ഫറലിന്റെ മഹല്ലിലുള്ള ഒന്ന് മുഴുവൻ കഴുകൽ നിർബന്ധമാണ്. ഫർലിന്റെ മഹല്ലിൽ ഉള്ള മുഴുവൻ. അതെന്താവാം? ഫർദിന്റെ മഹല്ലിൽ, ഫർദിന്റെ സ്ഥലത്തുള്ളത് എന്തൊക്കെയാവാം? മിൻ ഷഅരിൻ, മുടിയാകാം, ദുഫ്രിൻ, നഖമാകാം, അതിൻ താലാ, അതെത്ര ദീർഘിച്ചാലും ശരി, അതെത്ര ദീർഘിച്ചാലും ശരി. ആ, പിന്നെ സിലഅത്തിൻ, സിലഅത്തും കഴുകൽ നിർബന്ധമാണ്. സിലഅത്ത് മുടി, രോമം, രോമം, നഖം എന്ന് പറഞ്ഞില്ലേ? സിലഅത്ത്, സിലഅത്തും. സിലഅത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കുരുവൊക്കെ ഉണ്ടാവില്ലേ? കടലമണി പോലത്തെ ഒരു കുരു ഉണ്ടാവും, ഈ ഓരോ ആളുകൾക്കുണ്ടാവില്ല ചില കയ്യുമ്മയൊക്കെ. അതിനെയും കഴുകൽ നിർബന്ധമാണ്. അതും ആ ഫർദിന്റെ മഹലിലുള്ളതാണ്. ഫർദിന്റെ മഹലിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കഴുകൽ നിർബന്ധമാണ്. അതിന് ഉദാഹരണം പറഞ്ഞതാണ് രോമം, നഖം, ഈ പാലുണ്ണി പോലത്തെ സാധനം.
അതൊരു കടലിൻ്റെ വലിപ്പം മുതൽ വത്തക്ക വരെ വലിപ്പം ഉണ്ടാവാം, അങ്ങനെയൊക്കെ പറയാം. വലിയ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, അല്ല വലിയ കുരുകളൊക്കെ ഉണ്ടാവുമല്ലോ ചില ഈ പിടിച്ച ആളുകൾക്ക്, അപ്പം അത് മൊത്തം കഴുകും. പിന്നെ ഏതാ വ ഇസ്ബഇൻ അല്ലേ? ആ എന്താണ് സായിദയായ വിരല്, അധികമുള്ള വിരല്, വിരല് 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 ഇസ്ബ എന്ന വിരല്. ചിലർക്കല്ല തള്ള വിരലും ഒരു വിരലുണ്ടാവും, ചിലർക്ക് ചെറുവിരലും ഒരു വിരലുണ്ടാവും, ചിലർക്ക് ചൂണ്ട് വിരലും ഒരു വിരൽ അധികം ഉണ്ടാവും. അതൊക്കെ കഴുകണം. അതൊക്കെ ഫർദിന്റെ മഹലിലുള്ളതാണ്. കുത്തിയ മുറിക്കപ്പെട്ടാൽ ആ അല്പം ആ ആ ആ യെസ്, ബാക്കിയുള്ള ഭാഗം കഴുകൽ നിർബന്ധം. അവന്റെ കൈമുട്ടിൽ നിന്ന് മുറിക്കപ്പെട്ടു. ഇപ്പൊ ഇവിടെ ഒക്കെ കൈ ഇവിടുന്ന് മുറിച്ചു ഒരാളുടെ വെക്കുക, അപ്പൊ ബാക്കിയുള്ളത് കഴുകുക. ഇനി ഒരാളുടെ കൈമുട്ടെന്നാണ് മുറിച്ചത്, എന്നാൽ എന്ത് കഴുകൽ നിർബന്ധമാണ്? ഫറഇസി അലുദിഹി, തോളം കൈയിന്റെ തല. ഇതവിടെ തോളം കൈയല്ലേ, തോളം കൈ ഈ മുട്ടിന്റെ അവിടുന്ന് മേലേക്ക് അവള് തോളം കൈ എന്നല്ല പറയാം. അപ്പൊ ആ തോളം കൈയിന്റെ തലയെ കഴുകൽ നിർബന്ധമാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കൈ മുട്ടുന്ന് മുറിഞ്ഞു പോയവരുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ചികിത്സക്ക് വേണ്ടി മുറിച്ച ആക്സിഡന്റിലൊക്കെ പറ്റി അങ്ങനെ മുറിഞ്ഞവരുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുക? അപ്പോൾ ഇതിന്റെ തല ഉണ്ടല്ലോ, ഇതിവിടെ തന്നെ മുറിഞ്ഞു സങ്കല്പിക്കുക, മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ തല കഴുകുക, ഈ തല ഇതിങ്ങനെ കഴുകൽ നിർബന്ധമാണ്. ഈ അതിൻ്റെ മേലെന്ന് മുറിഞ്ഞത് മുട്ടുന്നല്ല, ഔമിൻ ഫൗഖി, അതിൻ്റെ മേലെന്ന് മുറിഞ്ഞു, തോളം കൈയിന്റെ പകുതി തന്നെ മുറിഞ്ഞു. എന്നാൽ നുദിബ അവിടെ സുന്നത്താണ്, നിർബന്ധമെന്നല്ല കേട്ടോ. മേലെന്ന് കഴുകൽ നുദിബ വസ്ലു ബാക്കി അതിഥി, ബാക്കി തോളം കൈ കഴുകൽ സുന്നത്താണ്. അത് എന്തില്ല, അങ്ങനെ മുട്ടിന്റെ മേലെന്ന് മുറിഞ്ഞാൽ പിന്നെ കഴുകൽ നിർബന്ധമല്ല, പക്ഷെ അതിന്റെ ബാക്കി തോളം കൈ കഴുകൽ സുന്നത്താണ്. ഓക്കെ അല്ലേ? എഴുതിയോ? ആ ഔ എന്നുള്ളത് ഇവിടേക്കാണ് എത്തിപ്പ് കേട്ടോ. ഇവിടേക്ക് ഔ എവിടുന്ന് മുറിക്കപ്പെട്ടു? മിർഫക്കിൽ നിന്ന് മുറിക്കപ്പെട്ടു. അല്ല, മുട്ടിന്റെ മുകളിൽ നിന്ന് മുറിക്കപ്പെട്ടു. മുട്ടിന്റെയും മുകളിൽ നിന്ന് എന്ത് ചെയ്തു? മുറിക്കപ്പെട്ടു. എന്നാൽ അപ്പൊ പിന്നെന്താണ്? മുട്ടിന്റെ മേലെ നിന്ന് മുറിക്കപ്പെട്ടാൽ നുദിബ, അപ്പൊ അവിടെ സുന്നത്താണ്. നുദിബ വസ്ലു ബാക്കി അബുദിഹി, അവന്റെ തോളം കൈയിന്റെ
ബാക്കിയെ കഴുകൽ സുന്നത്താണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആ നേരത്തെ പറഞ്ഞില്ല നമ്മള് എന്താ പറഞ്ഞേ? കഴനെറ്റി ഇവിടെ തടയാലും മതി. തടവുമ്പോഴേ ആ അല്ല പുറത്തു പോവൂല. ആ നീട്ടല് കൊണ്ട് ഒരു മിനിറ്റ് ഹലോ ആ ആ ആ ഇല്ല 18 അത് 49 വരും. പിന്നെ റിയാദ് സാലിഹിന് 7. റിയാദ് സാലിഹ് മൊത്തം 24 വരുന്നുണ്ട്. ബാക്കി ഫുള്ള് തീർന്നാണ്. ബാക്കി ആ ഇതിലുള്ള സർഫ് നഹവ് ഒക്കെ തീർന്നു. ഓ ശരി. അല്ല 7 തീർന്ന് നമ്മൾ അയച്ച് ചെയ്യാന്ന് പറഞ്ഞില്ല. അതെ 31 ഡീപ്പില് ഇല്ലല്ല. ജനറലില് കുറച്ച് നോട്ട്സുകൾ ഉണ്ടാക്കിയിരുന്നു മുമ്പത്തെ വർക്കം. അത് മൂപ്പർക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ ഉസ്താദ്. ഓക്കെ. അപ്പോൾ അതായത് ഞാൻ ആ മസല എന്ന് പറഞ്ഞുതരാം ആദ്യം. ഇപ്പോൾ നമ്മുടെ തലയുടെ പരിധി എവിടെ? ഒറ്റ സെക്കൻഡ് സാധിക്ക ക്ലാസ്സിലാണ്. എന്തേലും വേം പറ. ആ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. എന്തൊരു എങ്ങനെ മാറി? നിങ്ങളങ്ങോട്ട് മാറിയാൽ മതിയെന്നേ. നിങ്ങളും അങ്ങോട്ട് മാറിക്കളി. പെണ്ണുങ്ങളുള്ളടത്തല്ലേ പുതിയാപ്പിള നിൽക്കുക. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം, വിശദമായിട്ട് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തല മുടി മുളക്കുന്ന സ്ഥലം, അതാണല്ലോ തല എന്ന് പറയുന്നത്. സാധാരണ അത് ഇവിടെ എന്താ ചിലർക്ക് ഇവിടെയൊക്കെ താടി കൂടെ അതൊന്നും തലയാവില്ല.
തലയിൽ നമ്മൾ തലമുടി മുളക്കുന്ന പരിധി ഉണ്ടല്ലോ, ഒരു ഏകദേശം ഒരു ഹത്ത് ഒരു പരിധി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അനുബന്ധം, ഇതിൻ്റെ ഉള്ളിലുള്ളത് തടവണം. അപ്പോൾ ഒരാൾ നല്ല മുടി വളർത്തി, ഭയങ്കര മുടി മേലേക്ക് ഇങ്ങനെ നിൽക്കണമല്ല കേട്ടോ, അതിങ്ങനെ ഇറങ്ങി. ഉദാഹരണം പറയാം, ഇങ്ങനെ ഇങ്ങനെ ചില ആളുകളുടെ മുടി ഇങ്ങനെ മുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ തടവണത് ഇതിമേണ്, ഏത് മുന്നിലിങ്ങനെ തള്ളി നിൽക്കുന്ന തലൻ്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് വന്ന മുടിനെ തടവണം. അത് പറ്റൂല, അതൊന്നും തടവിയാൽ ശരിയാവില്ല. തലക്കകത്ത് നിൽക്കുന്ന തലയുടെ അത് ആ മുടി ഇങ്ങനെ ഈ മറ്റേ എന്താ ആഫ്രിക്കക്കാരെയൊക്കെ പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പൊന്തി ഇങ്ങനെ മുള്ളുപോലെ നിൽക്കുന്ന മുടികളുണ്ടല്ലോ, സ്ട്രൈറ്റൻ ചെയ്തിട്ടുള്ള മുടികളാണെങ്കിൽ അതുമ്പോൾ തടവിയാൽ മതി, കുഴപ്പമില്ല. അപ്പം തലൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് അറങ്ങാണ്. ചില മോഡലൊക്കെ ആക്കിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, മുടി ഇങ്ങനെ ഇതുവരെയൊക്കെ തൂക്കിയിടും, പെണ്ണുകൾ മുടിയുള്ള പോലെ ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ തലൻ്റെ ഇവിടുന്ന് ഇവിടെ തടവി, പുറത്ത് ഇങ്ങനെ തെറിച്ച് നിൽക്കണ ഇവിടെ തടവി, അത് കുഴപ്പമാണ്. അതാണ് പറയണത്. മനസ്സിലായോ? ഇനി അർത്ഥം വയ്ക്കും. അപ്പോൾ ഒരു മുടിയിൽ നിന്നും അല്പം തടവുക. എങ്ങനെയുള്ള മുടിയാണ്? ലാ യഖ്റുജു, അത് ആ മുടിയുടെ ബഅ്ള് പുറത്തു പോവുകയില്ല. ബിൽ മദ്ദി, നീട്ടലുകൊണ്ട്. തലയുടെ പരിധിയെ തൊട്ട്, തലൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ, അതിന് തൊട്ട് പുറത്തു പോവില്ല. ആ മുടികളെ ഇറങ്ങുന്ന ഭാഗത്തിലൂടെ അറക്കുകയാണെങ്കിലേ, അപ്പൊ ഇവിടുത്തെ മുടി, ബാക്കത്തെ മുടി തോളത്തേക്ക് ഇറങ്ങരുത്, ഇവിടുത്തെ മുടി എവിടേക്ക് ഇറങ്ങരുത്, താഴത്ത്, ഇവിടെയുള്ള മുടി താഴത്തേക്ക് ഇറങ്ങരുത്, മുന്നിലുള്ള മുടി മൂർധാവിന് താഴത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെയുള്ള തടവിയാ പോരാ. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? നെറുവും തലക്ക് തടവണം. തിരിഞ്ഞാ ഒന്ന് പറയാം. വൽ അസഹു, ഏറ്റവും പ്രബലമായ അഭിപ്രായം. അനുവദനീയമാണ്. മുടിയെ കഴുകാം, കറാത്തൊന്നുമില്ല. ഇനി ഒരാള് തടവുണതിന് വരെ എന്ത് ചെയ്തു, കഴുകി, കുഴപ്പമൊന്നുമില്ല, അത് അനുവദനീയം തന്നെയാണ്, പറന്നുകൂടും. ബിലാ കറാത്തിൻ, കറാത്തൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.